ഈ ട്രോൾ കണ്ടാൽ പെട്ടെന്ന് എന്താ തോന്നുക? ശ്രീ എം.എ. ബേബി അവാസ്തവമായ എന്തോ കാര്യം പറഞ്ഞു എന്നല്ലേ സാധാരണക്കാർ ചിന്തിക്കുക. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. 1967 വരെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് റോഡ് ഉണ്ടായിരുന്നില്ല. ചെങ്കുത്തായ മലയായിരുന്നു അവിടെ. ദുർഘടമായ യാത്ര ആയാസരഹിതമാക്കുവാൻ ആലപ്പുഴയിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് മുകളിലേക്ക് റോഡ് വെട്ടിയത് അന്ന് ബോർഡംഗമായ പി.കെ. ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിലാണ്. പുന്നപ്ര വയലാർ സമരനായകനും കമ്മ്യൂണിസ്റ്റുകാരനുമായ പി.കെ. ചന്ദ്രാനന്ദന്റെ നാമധേയത്തിലാണ് ഇന്നും ആ റോഡ് അറിയപ്പെടുന്നതും. ആ റോഡ് ഇന്നും അവിടെ ഉണ്ട്. 1967 വരെ ചാലക്കയം വരെ മാത്രമേ KSRTC ബസ് ചെല്ലുമായിരുന്നുള്ളൂ. അതിനുശേഷം നടക്കണം. ഭക്തരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ 2 ബസ്സുകൾ ദേവസ്വം ബോർഡ് വാങ്ങിയതും അതുവഴി സർവീസ് നടത്തിയതും 1967 ആ ഭരണസമിതിയാണ്. 2016 മുതൽ 2025 വരെ മാത്രം PWD വകുപ്പ് ശബരിമലയിലേക്ക് വരുന്ന റോഡുകൾ നവീകരിക്കുവാനും BMBC നിലവാരത്തിലാക്കുവാനും 1986.67 കോടി രൂപയാണ് ചെലവഴിച്ചത്. യാഥാർത്ഥ്യം ട്രോള് കൊണ്ട് മറയ്ക്കാവുന്നതല്ല.